കണ്ടിട്ട് ആർക്കും ഇവിടെ വലിയ പ്രയാസമൊന്നുമില്ല. ഇവിടെ നിസ്കാരക്കാരെ കണ്ടിട്ടോ, നോമ്പുകാരെ കണ്ടിട്ടോ, ഹജ്ജ് ചെയ്യുന്നവരെ കണ്ടിട്ടോ, ഉംറ ചെയ്യുന്നവരെ കണ്ടിട്ടോ ആർക്കും ഒരു പ്രയാസമില്ല. കാരണം ഈ ഉമ്മത്ത് ഇബാദത്തിൽ മാത്രം ചടഞ്ഞുകൂടി ആത്മീയമായ യഥാർത്ഥമായ അല്ലാഹുവിലേക്ക് അടുക്കാത്ത രൂപത്തിലേക്ക് പുറമോടെ ഇബാദത്തുകൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ അവർക്ക് യാതൊരു തരത്തിൽ മാറ്റമുണ്ടാവില്ല. ഞങ്ങളുടെ പരാജയം അതിന്റെ പേരിൽ ഉണ്ടാവില്ല എന്ന് നമ്മളെക്കാൾ ശത്രുക്കൾക്ക് അവരുടെ ഹൃദയത്തിൽ ഉറപ്പുള്ളത് കൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഇബാദത്തുകളൊക്കെ ഒരു പ്രയോജനമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. ശത്രുവിനറിയാം. പ്രിയമുള്ളവരെ, നമ്മുടെ നിസ്കാരം കൊണ്ട് നമുക്ക് എന്തെല്ലാം ഇവിടെ സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നു. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നമ്മുടെ കച്ചവടം കണ്ടാൽ നമ്മുടെ നിസ്കാരവുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല. നമ്മുടെ ഇബാദത്തുകളും ദിക്റുകളും ഒക്കെ നമ്മൾ നിർവഹിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഇടപാടുകളിൽ അതിന് യാതൊരു തരത്തിൽ മാറ്റമില്ല. കളവ് പറയുന്നതിന് മാറ്റമില്ല, വഞ്ചന കാണിക്കുന്നതിന് മാറ്റമില്ല, തന്റെ സഹോദരനെ പറ്റിക്കുന്നതിന് മാറ്റമില്ല, കളവ് പറയുന്നതിന് മാറ്റമില്ല, ഗീബത്ത് പറയുന്നതിന് തടയില്ല. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗത്ത് തിന്മകളുടെ കൂമ്പാരങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ മറുഭാഗത്ത് നന്മകളും ഇബാദത്തുകളും നിർവഹിക്കപ്പെടുകയാണ്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് ലോകത്ത് നമുക്ക് വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുക? നമ്മൾ ആലോചിക്കണം. നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ അവരുടെ നിസ്കാരത്തിലൂടെ, അവരുടെ നോമ്പിലൂടെ, അവരുടെ അമലുകളിലൂടെ അവർ ലോകത്ത് അല്ലാഹുവിന്റെ സഹായം നേടിയെടുത്തവരാണ്. അല്ലാഹുവിന്റെ സഹായം നേരിട്ട് കണ്ടവരാണ്, അത് അനുഭവിച്ചവരാണ്. മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ജമാഅത്ത് ദിജ്ല നദിയുടെ മുന്നിലേക്ക് പോകുകയാണ്. ശത്രുക്കൾ പാലം പൊളിച്ചു കളഞ്ഞു. ശത്രുക്കളുടെ ഭാഗത്തേക്ക് എത്താതിരിക്കാൻ വേണ്ടി പാലം മുഴുവൻ പൊളിച്ചു കളഞ്ഞു. ആ ദിജ്ല നദിയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട് സഹാബാക്കളോട്, നാം എന്താണ് ചെയ്യേണ്ടത്? നാം എന്താണ് ചെയ്യേണ്ടത്? എല്ലാവരും പറഞ്ഞു, നമുക്ക് അല്ലാഹുവിന്റെ വഴിയിലുള്ള യാത്രയാണ്, നമുക്ക് ദിജ്ലയുടെ മുകളിലൂടെ യാത്ര ചെയ്യാൻ കഴിയണം, നമുക്ക് അല്ലാഹു വഴിയാക്കി തരും, യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഇന്നാ സഹാബ റസൂലില്ലാഹ് ഇന്നാ നഹ്നു ഫീ സബീലിക്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികളാണ്, അല്ലാഹുവേ നിന്റെ വഴിയിലാണ്. വബഖാതിൽ അദുവക്, നിന്റെ ശത്രുക്കളോട് പോരടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ് അല്ലാഹുവേ എന്ന് പറഞ്ഞുകൊണ്ട് കുതിരകളെ അവര് ആ തെളിച്ചുകൊണ്ട് ആ ദിജ്ല നദിയുടെ മുകളിലൂടെ അവർ കടന്നു പോകുമ്പോ ആ ദിജ്ല നദിയുടെ ഒരു വെള്ളത്തിന്റെ അല്പം പോലും അവരുടെ കുതിരകളുടെ കുളമ്പിൽ പതിയാത്ത രൂപത്തിൽ അവര് കടന്നു പോകുമ്പോ ശത്രുക്കൾ മറുഭാഗത്ത് നിന്ന് പറയാൻ തുടങ്ങി, ഇവർ മനുഷ്യരല്ല, ഇവർ മലക്കുകളാണ്, ഇവരോട് പോരടിക്കാൻ നമുക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞവര് പിന്തിരിഞ്ഞോടി എന്ന് ചരിത്രം നമുക്ക് സാക്ഷി നൽകുമ്പോ പ്രിയമുള്ളവരെ, ഈ സഹാബാക്കൾ എന്തുകൊണ്ടാണ് ഇത്ര പവറിലേക്ക്, ഇത്ര വലിയ ശക്തിയിലേക്ക് അവർ എത്തിച്ചേർന്നത്? അവരുടെ മനസ്സ് നന്നായിരുന്നു, അവരുടെ ഹൃദയം അല്ലാഹുവുമായി എത്ര ബന്ധപ്പെട്ടതായിരുന്നു. അവർക്ക് അല്ലാഹുവിനെ കുറിച്ച് സംശയമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സംശയങ്ങളില്ല. അവർ യഥാർത്ഥമായ യഖീനോടുകൂടി, ഉറപ്പോടുകൂടി, ഹൃദയശുദ്ധിയോടുകൂടി, സൽസ്വഭാവത്തോടുകൂടി ജീവിച്ചവരാണ്. അതുകൊണ്ട് അവർക്ക് ലോകം കീഴടങ്ങി. ഉലമാക്കൾ എഴുതുന്നുണ്ട്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെങ്കടലിന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ, ആ സമയത്ത് തന്റെ പിന്നിൽ ആർത്തിരമ്പുന്ന ഫിർഔനിന്റെ പടയുണ്ട്, മുന്നിലാണെങ്കിൽ തിരമാലകൾ ആർത്തിരമ്പി വരുന്നുണ്ട്. ഈ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ബനി ഇസ്രായേൽ പറഞ്ഞു, ഇന്നാ ലമുദ്റഖൂൻ, ഞങ്ങളൊക്കെ കുടുങ്ങിയല്ലോ മൂസ, നീ ഞങ്ങളെ കുടുക്കിയല്ലോ മൂസ എന്നാണ് മറുപടി പറഞ്ഞത്. അവിടെ മൂസാ നബി പറഞ്ഞു, കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂട്ടത്തിൽ എന്റെ റബ്ബുണ്ട്, എനിക്ക് വഴി കാണിക്കും എന്ന് പറഞ്ഞു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു ചെങ്കടൽ 2 പർവ്വതം പോലെ മാറ്റിക്കൊടുത്ത് 12 വഴികളാക്കിയെങ്കിൽ ഈ ഉമ്മത്തിലെ സഹാബാക്കൾക്ക് അല്ലാഹു യൂഫ്രട്ടീസിന്റെ ദിജ്ലയുടെ മുകളിലൂടെ വഴിയൊരുക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വെള്ളത്തിന്റെ മുകളിലൂടെ അവരെ യാത്രയാക്കി. കാരണം അസ്ഹാബു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളുടെ ഈമാൻ ബനൂ ഇസ്രായേൽ മൂസാ നബിയുടെ കൂട്ടത്തിലുള്ളവരുടെ ഈമാനിനേക്കാൾ വലുതായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം, അങ്ങനെയുള്ള ഈമാനും അമലുമാണ് നാം ഓരോരുത്തരും നേടിയെടുക്കേണ്ടത്. ഈ ഈമാനും അമലിന്റെയും അടിസ്ഥാനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് പവർ നൽകുക, നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹുവിന്റെ സഹായം ലഭിക്കുക. അതുകൊണ്ട് ആദ്യമായി നമ്മൾ നന്നാകേണ്ടത് ഹൃദയം കൊണ്ടാണ്. ഹൃദയം നന്നാകണം. ഹൃദയത്തിന്റെ അഴുക്കുകളിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധമാക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൽ ഖൽബു അൽ മലിക്, യഥാർത്ഥത്തിൽ ഹൃദയം രാജാവാണ്.
മലിക്കുൽ അഅദാ മുഴുവൻ അവയവങ്ങളുടെയും രാജാവാണ്. വൽ അഅദാഉ ജുനൂദു അവയവങ്ങളൊക്കെ അതിന്റെ പ്രജകളാണ്. ഫൈദാ താബൽ മലിക് രാജാവ് നന്നായാൽ താബത് ജുനൂദു ആ രാജാവിന്റെ സൈന്യങ്ങൾ നന്നാകും. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം നന്നായാൽ നമ്മുടെ കണ്ണ് നന്നാകും. നമ്മുടെ ഹൃദയം നന്നായാൽ നമ്മുടെ ചെവി നന്നാകും. നമ്മുടെ ഹൃദയം നന്നായാൽ നമ്മൾ സംസാരിക്കുന്ന സംസാരം നന്നാകും. നമ്മുടെ ഇടപാടുകൾ നന്നാകും. ഇങ്ങനെ ഹൃദയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ മുഴുവൻ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. ആ ഹൃദയം നന്നാകാത്ത കാലത്തോളം ഒരിക്കലും നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹുവിന്റെ മുന്നിൽ വില പോകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, അലാ ഇന്ന ഫിൽ ജസദി ലമുദ്ഗ തീർച്ചയായും എല്ലാവരുടെയും ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. അലാ ഇന്ന ഫിൽ ജസദി ലമുദ്ഗ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. എല്ലാവരുടെയും ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. അത് നന്നായാൽ ശരീരത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾ നന്നാകും. അത് മോശമായാൽ ശരീരത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾ മോശമാകും. അതെന്താണ്? അലാ വഹിയൽ ഖൽബ്, ഹൃദയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹൃദയം അതാണ് യഥാർത്ഥത്തിൽ നന്നാകേണ്ടത്. അത് നന്നാകാതെ പുറമോടിയായി നമ്മൾ ചെയ്യുന്ന അമലുകളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന പ്രശ്നമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ സന്നിധാനത്തിൽ വിജയം ആർക്കാണ് ലഭിക്കുക എന്ന് പറയുന്ന കൂട്ടത്തിൽ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. നാളെ പരലോകത്ത് മക്കളോ സന്താനങ്ങളോ സമ്പത്തുകളോ പ്രയോജനപ്പെടാത്ത നാളത്തെ പരലോകത്ത് പ്രയോജനം ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. നല്ല ഹൃദയത്തോടുകൂടി, പരിശുദ്ധമായ ഹൃദയത്തോടുകൂടി ആരാണോ നാളെ പരലോകത്തെത്തുക അവർക്ക് മാത്രമാണ് അല്ലാഹു വിജയം നൽകുക. പരിശുദ്ധ ഖുർആനിൽ ഹൃദയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിന്റെ രോഗങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആ ഹൃദയത്തിന്റെ രോഗത്തിന്റെ പരിഹാരത്തെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഹൃദയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രോഗം അത് സംശയമാണ്. ദീനിന്റെ കാര്യങ്ങളിൽ സംശയാസ്പദമായിട്ട് ജീവിക്കുക. ഇത് നബി തങ്ങളുടെ കാലഘട്ടത്തിൽ മുനാഫിഖീങ്ങളുടെ സ്വഭാവമായിരുന്നു. അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിച്ചു കളയരുത്. ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിച്ചു കളയരുത്. നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിനു ശേഷം ഒരിക്കലും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഹിദായത്തിന് എടുത്തു കളയരുത്. ഒരു സംശയം മതി മനുഷ്യനെ ഹിദായത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ. ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഇസ്ലാമികമായ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് സംശയം മതി അവന്റെ ഈമാനിൽ നമ്മൾ പുറത്തു പോകാൻ. മാത്രമല്ല, അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും വസ്തുക്കളെ കുറിച്ചുള്ള ഒരു അന്ധവിശ്വാസം അവന്റെ ഹൃദയത്തിലേക്ക് കടന്നുകൂടിയാൽ അവന്റെ ഹിദായത്ത് അവസാനിച്ചു പോകും. അവന്റെ ഹിദായത്തിൽ നമ്മൾ പുറത്തു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കുന്ന സഫർ മാസം, ഈ സഫർ മാസവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അറേബ്യൻ ജാഹിലിയത്തിൽ തന്നെ സഫർ മാസത്തിന് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് സഫർ മാസത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലൂടെ വലാ സഫർ, സഫറിൽ അങ്ങനെ ഒരു വിഷയമേ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ മുഹറമിലാണ് പ്രശ്നം. ഒരാൾ ഉസ്താദെ മുഹറം 1 മുതൽ 10 വരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്താ കാരണം? ചെയ്താൽ പ്രശ്നമാകും, ദുശ്ശകുനമാണ് പോലും. പ്രിയമുള്ളവരെ, നല്ല ദിവസങ്ങളെ ദുശ്ശകുനമാക്കി എന്ത് വിശ്വാസമാണ് വെച്ചു പുലർത്തുന്നത്? ഇസ്ലാമിന് വിരുദ്ധമായ ഇങ്ങനത്തെ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തിയാൽ തന്നെ ഈമാനിന്റെ കാര്യത്തിൽ തീരുമാനമാകും. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അതുകൊണ്ട് ഹിദായത്ത് നൽകിയതിനു ശേഷം ഇങ്ങനെയുള്ള സംശയാസ്പദമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ഹൃദയം വഴുതി വീഴാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഉമ്മു സലമ, ഹൃദയം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ 2 വിരൽ, ബൈന ഇസ്ബഇ റബ്ബി, അല്ലാഹുവിന്റെ 2 വിരലുകൾക്കിടയിലാണ്. അല്ലാഹു ഉദ്ദേശിച്ചാൽ അതിനെ നേരെ ചൊവ്വെ നിലനിർത്തും. അല്ലാഹു ഉദ്ദേശിച്ചാൽ അതിനെ തെറ്റിച്ചു കളയും ഹിദായത്തിൽ. അതുകൊണ്ട് ഏത് സമയം നമ്മുടെ പേടിയോടുകൂടി കരുതിയിരിക്കേണ്ടതാണ്. നമ്മുടെ ഹൃദയത്തെ
മലീമസമാക്കുന്ന, നമ്മുടെ ഹൃദയത്തെ ഏതെങ്കിലും തരത്തിൽ ഹിദായത്തിൽ നിന്ന് തടയുന്ന അഴുക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടാൻ പാടില്ല. അങ്ങനെ ഹൃദയത്തിൽ അഴുക്കുകളില്ലാതെ ഹൃദയം പരിശുദ്ധമായ നിലയിൽ ചെയ്യുന്ന ഇബാദത്തുകൾ മാത്രമാണ്, ചെയ്യുന്ന അമലുകൾ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ഹൃദയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഹൃദയം ഒരിക്കലും കഠിനമാകരുത് എന്നാണ്. ഹൃദയം കഠിനമായി പോകാൻ പാടില്ല. ഹൃദയം കഠിനമാകാൻ ചില കാരണങ്ങളുണ്ട്. ഹൃദയം കടുപ്പമാകാനുള്ള ഒന്നാമത്തെ കാരണം തെറ്റുകളിലായി കഴിഞ്ഞുകൂടലാണ്, ദിക്ർ കുറഞ്ഞു പോകലാണ്. നമ്മൾ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ, ദിക്റുകൾ ചൊല്ലുന്നത്, ഖുർആൻ ഓതുന്നത്, ഇതിനൊക്കെ കുറവ് വരുമ്പോഴേക്കും ഹൃദയം കഠിനമായി പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ദിക്റിൽ നിന്നും വിസ്മൃതിയിലായി പോയ ഹൃദയങ്ങൾക്ക് നാശം. അത് കഠിനമായി പോയ ഹൃദയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോലും അല്ലാഹു പറഞ്ഞു, വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലൻഫദ്ദു മിൻ ഹൗലിക് ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ. നബിയെ, അങ്ങയുടെ സംസാരത്തിൽ പരിശുദ്ധ വന്നു പോയാൽ, അങ്ങയുടെ ഹൃദയം കഠിനമായി പോയാൽ, വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലൻഫദ്ദു മിൻ ഹൗലിക്, പരുഷമായ സംസാരവും കഠിനമായ ഹൃദയവും തങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ സഹാബാക്കൾ അങ്ങയോടൊപ്പം കൂടുമായിരുന്നില്ല. ലോകത്തിന്റെ നേതാവായ, അനുഗ്രഹത്തിന്റെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുകയാണ്, അങ്ങയുടെ ഹൃദയം കഠിനമായാൽ അങ്ങയുടെ കൂട്ടത്തിൽ ആളുകൾ ഉണ്ടാവില്ല. ഇത് നമ്മുടെ ഹൃദയങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. കണ്ണിൽ ചോരയില്ല എന്ന് നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഹൃദയത്തിൽ ലവലേശം പോലും സഹനതയോ ക്ഷമയോ മറ്റുള്ളവരോട് സ്നേഹമോ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ വളരെ കൂടുതൽ ഇകഴ്ത്തി പറഞ്ഞ, നാശമെന്ന് പറഞ്ഞ ഹൃദയ കാഠിന്യത ഉണ്ടാകാനുള്ള കാരണം തെറ്റുകളിൽ നമ്മൾ മുഴുകുക എന്നുള്ളതാണ്. ദിക്റുകൾ നമ്മൾ കുറച്ചു കളയലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരങ്ങൾക്ക് ശേഷം ദിക്റുകൾ പഠിപ്പിച്ചു. ആ ദിക്റുകൾ കൃത്യമായി നാം ചൊല്ലുന്നവരാകണം. രാവിലെ വൈകുന്നേരവുമുള്ള ദിക്റുകൾ നമ്മൾ മറന്നു കളയരുത്. പ്രിയമുള്ളവരെ, ആത്മീയമായി നമ്മൾ ശുദ്ധിയാകാത്ത കാലത്തോളം നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ ഒരിക്കലും മാറുകയില്ല. നമ്മുടെ നിസ്കാരങ്ങളിൽ രസമുണ്ടാവില്ല. പല മക്കൾ പറയുന്നുണ്ട്, മോശമായ ഹറാമായ നോട്ടം ഉപേക്ഷിക്കാത്ത കാലത്തോളം ഒരാൾക്ക് ഒരിക്കലും അവന്റെ നിസ്കാരത്തിൽ ഹലാവത്തുണ്ടാവില്ല, രസമുണ്ടാവില്ല, മാധുര്യമുണ്ടാവില്ല. അവന്റെ ഇബാദത്തുകളൊക്കെ ചടങ്ങായി പോകും. ഹറാമായ നോട്ടം ഏത് രൂപത്തിലുമാകട്ടെ, നമ്മൾ അതിനെന്ത് ന്യായീകരണം പറഞ്ഞാലും ശരി, ഹറാമായ നോട്ടത്തിലൂടെ ഉണ്ടാകുന്ന തിന്മകൾ അവന്റെ ഇബാദത്തുകളുടെ രസം എടുത്തു കളയും. അവന്റെ ഇബാദത്തുകളൊക്കെ ചടങ്ങായി പോകും. അതുകൊണ്ട് ഹൃദയ കാഠിന്യതയ്ക്ക് കാരണമായ ഉലമാക്കൾ പറയുന്നുണ്ട്, ഹറാമായ നോട്ടം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഹറാമായ നോട്ടത്തിലൂടെ നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധി നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, നമ്മുടെ ഇബാദത്തുകളിൽ ആ ഹറാം ഓർമ്മ വരും. നമ്മുടെ അന്യ സ്ത്രീയെ കണ്ടു, നോക്കി എങ്കിൽ നമ്മുടെ നിസ്കാരം തുടങ്ങുമ്പോ അത് ഓർമ്മ വരും. തീർച്ചയായും ശൈത്താൻ കരുതിയിരിക്കുകയാണ് നമ്മുടെ നന്മകൾ എങ്ങനെയാണ് നശിപ്പിക്കേണ്ടത് എന്ന ആലോചനയിലാണ്. അതുകൊണ്ട് തന്നെ ഹറാമായ നോട്ടങ്ങൾ ഹൃദയ കാഠിന്യതയ്ക്ക് കാരണമാണ്. ഹൃദയ കാഠിന്യത കുറയാൻ നാം ഖുർആൻ പാരായണം ചെയ്യണം. ദിവസവും ഒരു ജുസുവെങ്കിലും ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയണം. നമ്മൾ ഖുർആനുമായി എത്രത്തോളം ബന്ധപ്പെടുന്നുണ്ട് ആലോചിക്കണം. അല്ലാഹു നമുക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള അവന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ നമുക്ക് എത്ര നല്ല രൂപത്തിൽ ഓതാൻ കഴിയുന്നുണ്ട് നമ്മൾ ആലോചിക്കണം. അല്ലാഹുവിന്റെ ഔദാര്യമാകുന്ന ഖുർആൻ ആ കലാം ഓതേണ്ടത് പോലെയാണ് നമ്മൾ ഓതുന്നത്. വറത്തിലിൽ ഖുർആന തർത്തീല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുന്നത്, തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ തജ്വീദോടുകൂടി പാരായണം ചെയ്യണം, തർത്തീലായിട്ട് പാരായണം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയാൻ, അങ്ങയുടെ ഹൃദയത്തിന് ഈമാനികമായ ശക്തി പകരാൻ ഏറ്റവും നല്ല കാര്യം എന്തെന്നറിയോ? രാത്രികാലങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിക്കണമെന്ന്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള അമലുകളൊക്കെ നമ്മൾ ഉപേക്ഷിച്ചു കളഞ്ഞു. നമ്മൾ പുറമോടിയായി എന്തെല്ലോ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന, ഹൃദയത്തെ പരിശുദ്ധമാക്കാൻ ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന അമലുകളൊക്കെ നമ്മൾ വിട്ടുകളഞ്ഞ ജീവിതത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയാണ്, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു വ മിൻഖുസ് മിൻഹു ഖലീല. രാത്രിയുടെ പകുതിയോ അതിലൽപഭാഗമോ അങ്ങ് എഴുന്നേറ്റ് നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വ
തഖീല. അങ്ങയുടെ തഹജ്ജുദ് നിസ്കാരത്തിലൂടെ അങ്ങയുടെ ഹൃദയത്തിന് ശക്തി ഉണ്ടാകും, അങ്ങയുടെ ഹൃദയത്തിന് വലിയ പ്രാപ്തി ഉണ്ടാകും, അങ്ങയുടെ വാക്കുകൾക്ക് വലിയ അസറുണ്ടാകും, വലിയ മാറ്റമുണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ പരിശുദ്ധി കൈവരിക്കാൻ, ഹൃദയത്തെ പക്വമാക്കാൻ, നമ്മുടെ ഹൃദയത്തിന് ശക്തി പകരാൻ, ടെൻഷൻ ഇല്ലാതിരിക്കാൻ, പ്രയാസങ്ങൾ വരുമ്പോൾ പതറാതിരിക്കാൻ, പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ കാലിടറാതിരിക്കാൻ നമുക്ക് ഏറ്റവും നല്ല ഉപാധി തഹജ്ജുദ് നിസ്കാരമാണെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കാൻ. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക്, നിങ്ങൾക്ക് നഫലായി, നിങ്ങൾക്ക് സുന്നത്തായി അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരം തഹജ്ജുദാണ്. അത് രാത്രിയുടെ 3 ഭാഗം അവസാനത്തെ ഭാഗത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം. ആ സമയത്ത് എഴുന്നേറ്റ് നിന്ന് നമ്മൾ നിസ്കരിച്ച് ദുആ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്താൽ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, സഹറിന്റെ സമയത്ത്, അത്താഴ സമയത്ത് അല്ലാഹുവിനോട് പാപമോചനം ഇരക്കുന്ന ഏറ്റവും വളരെ ദുഷിച്ച രോഗമെന്ന് പറയുന്നത് ഹസദാണ്, അസൂയയാണ്. അസൂയ എന്ന് പറയുന്നത് എല്ലാ തിന്മകളുടെയും ശിരസാണ്, എല്ലാ തിന്മകളുടെയും തുടക്കം അസൂയയാണ്. അസൂയയിലൂടെയാണ് മനുഷ്യന്റെ മുഴുവൻ തിന്മകൾക്ക് തുടക്കം കുറിക്കുന്നത്. എത്രത്തോളം അസൂയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യനിലുള്ള നല്ല ഒരു നിഅമത്ത്, ആ നിഅമത്ത് തനിക്ക് ലഭിച്ചാലും ശരി ലഭിച്ചില്ലെങ്കിലും ശരി അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഇന്ന് ആഗ്രഹിക്കുന്നതിന്റെ പേരാണെന്ത്? ഹസദ് എന്ന് പറയുന്നത്, അസൂയ എന്ന് പറയുന്നത്. തന്റെ സഹോദരന്, തന്റെ കൂട്ടുകാരന്, തന്റെ ബാപ്പയ്ക്ക്, തന്റെ ഉമ്മയ്ക്ക്, തന്റെ ജ്യേഷ്ഠന്, തന്റെ അനുജന്, തന്റെ അയൽവാസിക്ക്, തന്റെ നാട്ടുകാർക്ക്, തന്റെ അതേപോലെ തന്റെ അതേ ജോലി ചെയ്യുന്നവർ, സാധാരണ അങ്ങനെയുള്ളവരാണ് അസൂയ വർദ്ധിക്കുന്നത്. തന്റെ അതേ കച്ചവടം ചെയ്യുന്നവൻ, തന്റെ അതേ ഉദ്യോഗം ചെയ്യുന്നവൻ, തന്റെ അതേ ബിസിനസ് ചെയ്യുന്നവൻ, പണ്ഡിതന്മാർ, ഒരേപോലത്തെ പണ്ഡിതന്മാർ, ഇങ്ങനെ എല്ലാത്തിലും അസൂയ കുമിഞ്ഞുകൂടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനെ ഒരേ പൊസിഷനിൽ ഇരിക്കുന്നവർക്കാണ് അസൂയ ഉണ്ടാവാൻ സാധ്യത. പ്രിയമുള്ളവരെ, അസൂയ എന്ന് പറഞ്ഞാൽ തനിക്ക് ലഭിച്ചാലും ശരി ലഭിച്ചില്ലെങ്കിലും ശരി അവനിൽ അത് നഷ്ടപ്പെടണമെന്ന് ആലോചിക്കലാണ്. അങ്ങനെ ആലോചിക്കുന്നത് ഹറാമാണ് എന്ന് ഉലമാക്കൾ കിതാബിൽ എഴുതി. ഒരിക്കലും ഹസദ് പാടില്ല. لا يجتمع في قلب المؤمن الحسد الإيمان والحسد. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരിക്കലും ഈമാനും ഹസദും ഒരുമിച്ച് കൂടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ ഉണ്ടാവുക, അവൻ തന്നെ അസൂയ വെക്കുന്നവനാകുക, അങ്ങനെ ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകിൽ ഈമാൻ അല്ലെങ്കിൽ അസൂയ. അസൂയ വല്ലാത്തൊരു രോഗമാണ്. ആദ്യമായി ആകാശത്ത് നടന്ന തിന്മയുടെ തുടക്കവും ആദ്യമായി ഭൂമിയിലുണ്ടായ തിന്മയുടെ തുടക്കത്തിന്റെ കാരണം എന്തായിരുന്നു? ഹസദായിരുന്നു. ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാതിരുന്ന ഇബ്ലീസിനോട് അല്ലാഹു ചോദിക്കുന്നത്, യാ ഇബ്ലീസു മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖതു ബിയദയ്യ, എന്റെ കൈകൾ കൊണ്ട് ഞാൻ പടച്ച ആദമിന് സുജൂദ് ചെയ്യാൻ നിനക്ക് എന്തായിരുന്നു തടസ്സമെന്ന് ചോദിച്ചപ്പോ ഒറ്റ മറുപടിയാണ് ഇബ്ലീസ് നൽകിയത്, ഖൈറു മിൻ ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്, ആദമിനെ സൃഷ്ടിച്ചത് കളിമണ്ണിൽ നിന്നാണ്, എനിക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല, ആദമിന് സുജൂദ് ചെയ്യില്ല ഞാൻ എന്ന് പറയാൻ കാരണം എന്താണ്? അസൂയയായിരുന്നു ആദം അലൈഹിസ്സലാമിനോട്. അള്ളാന്റെ കൽപ്പനയാണ് തിരിച്ചറിയാത്തത് കൊണ്ടല്ല, പക്ഷെ ആദമിന്റെ മുന്നിൽ താഴാൻ ഞാൻ തയ്യാറല്ല എന്നതായിരുന്നു ഇബ്ലീസിന്റെ ഉള്ളിലെ അസൂയാർഹമായ ചിന്ത. ആ ചിന്തയുടെ പേരിലാണ് ഇബ്ലീസ് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൂർ സീനിലേക്ക് പോകുന്ന വഴിയിൽ ഇബ്ലീസിനെ കണ്ടുമുട്ടി. ഇബ്ലീസ് പറഞ്ഞു, അള്ളാഹുവിനോട് ചോദിക്കണം എനിക്ക് തൗബയുണ്ടോ എന്ന്. മൂസ നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ സമക്ഷത്തിലെത്തി. മൂസ നബി അലൈഹി സ്വലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകാനുള്ള തൗറാത്ത് നൽകി. ആ സമയത്ത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു ചോദിച്ചു, വഴിയിൽ ആരെങ്കിലും കണ്ടുമുട്ടിയിരുന്നോ എന്ന്. പറഞ്ഞു, ഇബ്ലീസിനെ കണ്ടുമുട്ടി. എന്താണ് അവൻ ചോദിച്ചത്? അവൻ ചോദിച്ചത് അവന് തൗബയുണ്ടോ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞു എന്നാണ്, അവന് തൗബയുണ്ട്, അവൻ ആദമിന്റെ ഖബറിൽ സുജൂദ് ചെയ്താൽ മതി. തിരിച്ചു വന്ന് മൂസ നബി തന്റെ ചോദ്യത്തിനുള്ള ഉത്തരം നൽകി ഇബ്ലീസ്. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു എന്നാണ്,